طلابي السلام عليكم ورحمة الله وبركاته فمرحبا بكم إلى فصل جديد മക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സോട് കൂടി നമ്മൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ളത് മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഫഹിംന അൽ വഹ്ദാത്ത് അൽ അർബ അല്ലേ, 4 യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് അൽ വഹദത്തുൽ ഖാമിസ ഖംസ 5 അല്ലേ, 5ാമത്തെ യൂണിറ്റാണ് നമുക്കിനി പഠിക്കേണ്ടത്. വൈസ്മുൽ വഹദ അമലി ഫഖ്രി. അമൽ ജോലിയാണ്, ജോലി അല്ലേ. അമൽ എന്ന് വെച്ചാൽ ജോലി. അമലി മൈ ജോബ്. ഫഖ്ർ അഭിമാനം, എൻ്റെ ജോലിയാണ് എനിക്ക് അഭിമാനം എന്നാണ് പറയുന്നത്. മക്കൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഹല്ലന്തും തഅമലൂൻ. നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ കുട്ടികളാണ്. അൻതും ഔലാദ് വലാക്കിൻ അമലുക്കും ഹുവദ്ദിറാസ. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എന്താ? പഠനമാണ് അല്ലേ, പഠനമാണ്. പക്ഷേ നിങ്ങളെപ്പോഴും ഔലാദായിരിക്കുമോ? അല്ല, നിങ്ങൾ കുറേ വലുതാകും, നിങ്ങൾ കുറേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലിയാകും അല്ലേ. ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കുറേ കാലം ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സമ്പാദിച്ചാലാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മളെ നോക്കുമോ? ഇല്ല. നമ്മൾ വലുതായി നമ്മൾ സ്വയം എന്തു ചെയ്യും? പൈസ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഉമ്മയും വാപ്പയെയും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ നോക്കും അല്ലേ. ഇവിടെ ഒരു ചിത്രം സാർ കാണിച്ചു തരാം. നോക്കൂ. മഹദ, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലേ. ഹുനാക്ക ഉമ്മുൻ വബിൻതുൻ. ഒരു ഉമ്മയും ഒരു അമ്മയും ഒരു മോളും ഉണ്ട് അല്ലേ. മാതാ തഫ്അലുൽ ഉമ്മ എന്താ ചെയ്യുന്നത്? അന്നഹു മദാ തൽബസു ഖലൻസുവ. മാഹാദിഹി. ഇതെന്താണെന്നറിയോ മക്കളെ? ഇതിന് ഖലൻസുവ, തൊപ്പി എന്നൊക്കെ പറയും കേട്ടോ. ഖലൻസുവ അത്തഖറുജ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാജുവേഷൻ്റെ തൊപ്പിന്നാ. എന്താ മക്കൾ ഗ്രാജുവേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സാർ ഒരു വീഡിയോ കാണിച്ചു തരാം, അത് നോക്കട്ടോ, ശ്രദ്ധിച്ചോ. കണ്ടോ? അതെന്താ മനസ്സിലായോ മക്കൾക്ക്? കുറേ കുട്ടികൾ തൊപ്പി അവരെടുത്ത് വലിച്ചിടണം അല്ലേ. ഇപ്പം നിങ്ങൾ 4ാം ക്ലാസ്സിലല്ലേ? 4ാം ക്ലാസ് നിങ്ങൾ LP ക്ലാസ്സിലെ ഏറ്റവും സീനിയർ കുട്ടികളല്ലേ, ഏറ്റവും മുതിർന്ന കുട്ടികളെ LP തലത്തിൽ 1, 2, 3, 4. അപ്പം നിങ്ങൾ 4ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രാജുവേഷൻ കിട്ടും. അതായത് നിങ്ങളൊരു ഘട്ടം കഴിയുകയാണ്. മനസ്സിലായോ മക്കളെ? അതായത് നിങ്ങൾക്കിതുപോലെ നിങ്ങളൊരു സ്കൂൾ വിട്ട് ഇനി UP തലത്തിലേക്ക് പോവുകയാണ്. UP എന്ന് പറഞ്ഞാൽ LPയേക്കാളും കുറച്ച് ഉയർന്ന ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളെന്തായി? നിങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞു. അതിന് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കിട്ടിയെന്നാണ് പറയുക. നിങ്ങൾ ഒരു ഗ്രേഡ് കൂടിയെന്നാണ്. ഇവിടെ ഒരു സ്കൂളിൻ്റെ ഗ്രാജുവേഷൻ ഡേക്ക് കുട്ടികൾ നിൽക്കുന്നതാണ് കേട്ടോ. അവർക്ക് കിട്ടിയ തൊപ്പി. നമ്മുടെ സ്കൂളുകളിൽ ചിലവിടെ ഇങ്ങനെ നടക്കും, ചിലവിടെ നടക്കാറില്ല അല്ലേ. അപ്പോൾ ഇത് ഒരു പഠനം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്ത്? ഈ തൊപ്പി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലേ. അതോടുകൂടി എന്തായി? ഇപ്പോൾ ഇവിടെ ഹുനാക്ക ബിൻതുൻ കബീറത്തുൻ, ഇവിടെ ഒരു വലിയ പെൺകുട്ടിയാണ് അല്ലേ. ഈ കുട്ടിക്ക് എന്താ കിട്ടിയെന്നറിയോ? അന്നഹു അസ്ബഹത്ത് തൊബീബത്തൻ. അവരാരായി? ഡോക്ടറായി. ആരായി? തൊബീബത്ത് ആരാണ്? ഡോക്ടർ അല്ലേ. ഡോക്ടറിനെ കണ്ടിട്ടുണ്ടോ അല്ലേ? നിങ്ങൾ ആശുപത്രി പോകുമ്പോൾ ഡോക്ടറെ കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഹുനാക്ക ഹാദിഹിൽ ബിന്ത് മൻ ഹിയ ഹൽ താരിഫൂൻ ഹിയ സൈനബ്. അതാരാണെന്നറിയോ? സൈനബ് എന്ന് പറഞ്ഞ ഒരു താത്തയാണ്. ആ താത്ത അന്നഹു അസ്ബഹത്ത് തൊബീബത്തൻ, ഒരു ഡോക്ടറായി മാറി. എങ്ങനെയാ? കുറേ പഠിച്ചിട്ടാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ UPയിൽ പഠിച്ച് പിന്നെ ഹൈസ്കൂളിൽ പഠിച്ച് പിന്നെ +2ൽ പഠിച്ച് പിന്നെ ഡോക്ടർ ഡിഗ്രി നേടിയ ഒരു താത്ത, ഒരു ചേച്ചി അല്ലേ. അപ്പോൾ ആ ചേച്ചിയെ ഡോക്ടറായപ്പോൾ ഉമ്മ ആ ഗ്രാജുവേഷൻ്റെ തൊപ്പി ഉമ്മ മോൾക്ക് കൊടുക്കുകയാണ് അല്ലേ.
അപ്പോൾ നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്? മാതാ തുഹിബുൻ തക്കൂൻ, നിങ്ങളെന്താവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആളുകളാവാൻ ആഗ്രഹിക്കും അല്ലേ? അപ്പോൾ അവരെയൊക്കെ നമ്മളിഞ്ഞ് പഠിക്കുന്നുണ്ട്. ഇവിടെ ഫഹാദിഹി സൈനബ് തൊബീബ. സൈനബ് ആരാണ്? ഒരു ഡോക്ടറാണ് അല്ലേ? അപ്പം നിങ്ങളെപ്പോലെ ചെറിയ കുട്ടിയായിട്ട് പഠിച്ച്, ചെറിയ കുട്ടി എൽ പിയിലും യു പിയിലൊക്കെ പഠിച്ച ഒരു കുട്ടി തന്നെയാണ് ഈ താത്തയും. അപ്പോൾ നമ്മുടെ സൈനബ താത്ത അല്ലെങ്കിൽ സൈനബ് ചേച്ചി ഡോക്ടറായപ്പോൾ സൈനബ താത്ത പഠിച്ച പഴയൊരു സ്കൂളിൽ മുമ്പ് പഠിച്ച എൽ പി സ്കൂളിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ പഠിച്ചൊരു സ്കൂളിൽ താത്താനെ എന്ത് ചെയ്യണേ? ഒന്ന് ആദരിക്കണം. ഡോക്ടറായതല്ലേ, ആദരിക്കണം അല്ലേ? സമ്മാനമൊക്കെ കൊടുക്കണം, അഭിനന്ദിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമുക്ക് അടുത്ത പാഠഭാഗം. മതാ ഹഫ്ലു തക്രീം. ഹഫ്ലു തക്രീം, ഹഫ്ലു തക്രീം ആദരിക്കൽ ചടങ്ങ്. ഒരാൾക്ക് ആദരവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആദരവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഒരു എന്താണ് അഭിമാനത്ത് അവരിങ്ങനെ ഒരു പൊന്നാടയൊക്കെ കൊടുക്കൂലേ? ഈ സ്കൂൾ നമ്മുടെ സ്കൂളിലെ അഭിമാനമാണ് സൈനബ് താത്ത എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി സ്കൂളിലൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ? നമുക്ക് കലോത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്ക് പങ്കെടുത്ത് സമ്മാനം കിട്ടുമ്പോൾ അവനെ ആദരിക്കൂലേ? സർട്ടിഫിക്കറ്റ് കൊടുക്കൂലേ? അവനെ അഭിനന്ദിക്കില്ല HM. അതുപോലെ നമ്മുടെ സൈനബ് താത്താനെ എന്ത് ചെയ്യാണ്? അഭിനന്ദിക്കുന്ന ഒരു പരിപാടി അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആദരിക്കുന്ന ചടങ്ങിൻ്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് PTA മീറ്റിംഗ് നടക്കുമ്പോൾ ടീച്ചർമാർ തന്നുവിടില്ലേ? അതുപോലത്തെ. ഇവിടെ എന്താണ്? ഹഫ്ലു തക്രീം സൈനബ്. ആരെയാണ് ആദരിക്കുന്നത്? മൻ സൈനബ് താത്ത അല്ലേ? സൈനബ്. എന്താണ് ആ പോസ്റ്റ്, എന്താണ് ആ നോട്ടീസിൽ എഴുതിയിട്ടുള്ളതെന്നറിയോ? നമുക്ക് വായിക്കാം അല്ലേ? നദ്ഉക്കും മഅ ഫർഹിൻ വസുറൂർ ഇലാ ഹഫ്ലിൻ ഖാസിൻ ബിതക്രീമി ത്വാലിബ സൈനബ് സാറത്തിൽ ആന തൊബീബത്തൻ. ഹാദൽ ഇൻജാസ് ഫഖ്റുൻ ലിമദ്റസത്തിന വഖറിയത്തിന. യുശാരികു ഉളുവുൽ മജ്ലിസ് തശ്രീഇ വറഈസുൽ മജ്ലിസിൽ ഖറവി ഫിൽ ഹഫൽ. അപ്പോൾ നോട്ടീസിൽ നമ്മൾ പരിപാടി നടക്കുമ്പോൾ കുറേ ഗസ്റ്റുകളൊക്കെ വരില്ലേ? ആ ഗസ്റ്റുകളുടെ പേരുകളൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ മക്കൾ പഠിക്കണം കേട്ടോ. എന്താ പറയുന്നത്? നദ്ഉക്കും, ഞങ്ങൾ ക്ഷണിക്കുന്നു. ഏത്? നമ്മുടെ സൈനബ് താത്ത പഠിച്ച സ്കൂളിലെ ടീച്ചർമാരാണ് അല്ലേ? മഅ ഫർഹിൻ വസുറൂർ, സന്തോഷത്തോടെ ആനന്ദത്തോടെ ക്ഷണിക്കുകയാണ്. എവിടേക്ക്? ഇലാ ഹഫ്ലിൻ, ഒരു പരിപാടി. ഖാസിൻ, പ്രത്യേക പരിപാടിയാണ്, സ്പെഷ്യൽ പരിപാടിയാണ്. എന്തിനു വേണ്ടിയാ? ബി തക്രീമി ത്വാലിബ, വിദ്യാർത്ഥിനിയെ ആദരിക്കാൻ. മനി ത്വാലിബ, ആരാണ് ത്വാലിബ? ഹിന സൈനബാണ് ആ വിദ്യാർത്ഥി. സാറത്തിൽ ആൻ, ആ വിദ്യാർത്ഥി ഇപ്പം ആരായി? തൊബീബ, ഇപ്പം ചെറിയ കുട്ടിയല്ല, ഇപ്പം ആരായി? അതാണ് നമ്മൾ ഡോക്ടറായി. ഹാദൽ ഇൻജാസ്, തൊബീബത്ത് എന്ന് വെച്ചാൽ ഡോക്ടർ കേട്ടോ. ഹാദൽ ഇൻജാസ്, ഈ നേട്ടം. ഫഖ്റുൻ, അഭിമാനമാണ് അല്ലേ? ഒരു നേട്ടം, ഒരു ജോലി കിട്ടുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ? ആണ്, അത് അഭിമാനമാകണം അല്ലേ? ലി മദ്റസത്തിന, നമ്മുടെ സ്കൂളിനും, വ ഖറിയത്തിന, നമ്മുടെ നാടിനും നമ്മുടെ ഗ്രാമത്തിനും അഭിമാനമാണ്. ആര്? സൈനബ. യുശാരിക്കു, ഈ പരിപാടിയിൽ പങ്കെടുക്കും. ആര്? ഉളുവുൽ മജ്ലിസ് തശ്രീഇ, ആരാണത്? MLA. MLA എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ? സയൻസിലും സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരുവനന്തപുരത്ത് നമ്മുടെ നിയമസഭയിലെ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട, നമ്മുടെ പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ആര്? MLA എന്ന് പറയുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ MLA എന്നൊക്കെ? MLA പങ്കെടുക്കും. റഈസുൽ മജ്ലിസുൽ ഖറവി, ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റും ഫിൽ ഹഫിൽ, പരിപാടിയിൽ പങ്കെടുക്കും. ആരൊക്കെയാണ്? ഉളുവുൽ മജ്ലിസ് തശ്രീഇയും റഈസുൽ മജ്ലിസുൽ ഖറവിയും ആ പരിപാടിയിൽ പങ്കെടുക്കും. ഫി ഐ യൗമിൻ, ഏത് ദിവസം നടക്കുന്നത്? അത്താരീഖ് ഇസ്നൈ 28 ഫെബ്രുവരി, ഫെബ്രുവരി 28. ഫി ഐ വക്തിൻ, അൽ വക്ത് അസ്സാഅത്തു സാലിസത്തു മസാഅൻ, വൈകിട്ട് 3 മണി. ഫി ഐൻ, എവിടെ നടക്കുന്നത്? അൽ മക്കാൻ, സ്ഥലം എവിടെയാണ്? ഖാഅത്തുൽ മദ്രസ,
ഖിയാഅത്തുൽ മദ്രസ സ്കൂൾ ഹാൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പോസ്റ്ററിൽ എഴുതിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നർജു മുഷാറക്കത്തക്കും ഫി ഹാദിഹിൽ യൗമി സഈദ്. നർജു മുഷാറക്കത്തക്കും, താങ്കളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഫി ഹാദൽ യൗമി സഈദ്, ഈ സന്തോഷ ദിനത്തിൽ. ആരാണ് നടത്തുന്നത്? ലജ്നത്തുൽ മുദരിസീന വല്ലൗസിയ. PTA എന്ന് കേട്ടിട്ടില്ല മക്കൾ? അതാണ് ലജ്നത്തുൽ മുദരിസീന വല്ലൗസിയ. PTA ആണ് നമ്മുടെ സൈനബ ചേച്ചീനെ എന്ത് ചെയ്യാൻ പോണത്? ആദരിക്കാൻ പോണത്. അപ്പോൾ ഈ പോസ്റ്ററാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയ ചുരുക്കിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫെബ്രുവരി 28 ഇത് തന്നെ അല്ലേ? ഹഫലുൻ ഖാസും ബി തക്രീം ദക്തൂറ സൈനബ്, ഡോക്ടർ സൈനബിനെ ആദരിക്കാനുള്ള പ്രത്യേക ചടങ്ങ് ഫെബ്രുവരി 28. സ്ഥലം ഖിയാഅത്തുൽ മദ്രസ, ലജ്നത്തുൽ മുദരിസീന വല്ലൗസിയ, PTA അല്ലേ? അപ്പോൾ PTA നടത്തുന്ന പരിപാടിയാണ് അല്ലേ? അപ്പോൾ നമുക്കിതുപോലെ നമ്മൾ വലിയ ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ നമ്മളെയും ആദരിക്കും. ജോലി നേടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ വീട്ടുകാരെ നോക്കണം, നാടിനെ നോക്കണം അല്ലേ? നല്ല പൗരനായി മാറണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയൊക്കെ കഴിഞ്ഞു. ആര്? സൈനബ് നമ്മുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ സൈനബ് താത്ത പരിപാടിയിലൊക്കെ പങ്കെടുത്തു കേട്ടോ. പരിപാടിയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആദരവൊക്കെ ഏറ്റു വാങ്ങിയതിന് ശേഷം നമ്മുടെ അത്വബീബത്തു സൈനബ് എവിടേക്ക് വന്നു? ഇലസഫ്, ക്ലാസ്സിലേക്ക് വന്നതാ. ഹുനാക്ക അത്വബീബത്തു സൈനബ് താത്ത അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ? എന്താ പറഞ്ഞേ? അൻ നജാഹ് ഫിൽ ജിദ്. എന്താ പറയുന്നത്? നജാഹ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? നജാഹ് എന്ന് വെച്ചാൽ വിജയം. ഫിൽ ജിദ്, അധ്വാനത്തിലാണ്. അധ്വാനിക്കുക പറഞ്ഞാൽ നന്നായി വർക്ക് ചെയ്താലാണ് നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ സൈനബ താത്ത ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഉന്മൻഹാദ ഹൗലായി തുല്ലാബ്, കുട്ടികളെല്ലാവരും നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവർ തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്? മാതാ ഹദ്ദസു ഓ മാതാ തഹദ്ദസു, എന്താ സംസാരിച്ചത്? അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. വായിക്കാം. അത്തുല്ലാബ് മസ അൽ ഖൈർ, വായിക്കണം കേട്ടോ മക്കളെ. സൈനബ് മസ അന്നൂർ. ജസീൽ കൈഫ അസ്ബഹത ത്വബീബതൻ. സൈനബ് തഅല്ലംതു ജയ്യിദൻ ഫിൽ മദ്രസ സുമ്മ ഇൽതഹഖതു ബികുല്ലിയത്തി തിബ് ഫഅസ്ബഹതു ത്വബീബതൻ. സുമ്മ മനു ലിമാ എന്താണ്? അഹ്ബബ്തി തിബ്ബ. സൈനബ് അഹ്ബബ്തു ത്വബീബ വൽ മുമർരിളത വഖിദമതുഹുമാ മുൻദു സിഗ്രി. മഞ്ജു അബൂക്ക് ത്വബീബ്. സൈനബ് ലാ ഹുവ സവ്വാഖുൻ. ജിനാൻ മാ ഹിയ നസീഹതുക ലനാ. സൈനബ് തഅല്ലമൂ ജയ്യിദൻ ഹുനാക ഫുറസുൻ കസീറത്തുൻ ലിഖിദ്മത്തി الناس مثل المهندس والمحاسب والشرطي فالنجاح في الجد الدائم. الطلاب شكرا. സൈനബ് അഫ്വൻ. അല്ലേ? അങ്ങനെ അവർ സംസാരിച്ചു. ആര്? നമ്മുടെ ത്വബീബും കുട്ടികളും കൂടി. അത്തുല്ലാബ്, കുട്ടികൾ പറഞ്ഞു മസാ അൽ ഖൈർ, ഗുഡ് ഈവനിങ് മാം. ഫഖാല സൈനബ് പറഞ്ഞു മസാ അന്നൂർ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞു അല്ലേ? ഫഹുനാക്ക വലതുൻ ഇസ്മുഹു ജസീൽ, അവിടെ ഒരു ജസീൽ എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ജസീൽ മാതാ കാല ജസീൽ എന്താ ചോദിച്ചത്? കൈഫ അസ്ബഹ്തി ഹൗ ഡിഡ് യു ബിക്കെയിം ത്വബീബ. നിങ്ങൾ എങ്ങനെയാണ് ത്വബീബത്തായത്, ഡോക്ടറായത് എങ്ങനെയെന്ന് ചോദിച്ചു. ഫഖാല സൈനബ് പറഞ്ഞത് തഅല്ലംതു ജയ്യിദൻ, ഐ സ്റ്റഡീഡ് വെൽ, ഞാൻ നന്നായി പഠിച്ചു. ഞാൻ എവിടെ പഠിച്ചത്? ഫിൽ മദ്രസ കമാ അൻതും തദ്റസൂൻ, നിങ്ങൾ പഠിക്കുന്നത് പോലെ ഞാനും നന്നായിട്ട് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടോ സുമ്മ ഇൽതഖത്തു, പിന്നെ ഞാൻ ജോയിൻ ചെയ്തു
ഡോക്ടർ പഠിക്കാൻ എവിടെ ജോലിയും ചെയ്യണം? ബി കുല്ലിയത്തി തിബ്. തിബ് എന്താണ്? മെഡിക്കൽ കോളേജ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ചു. ഫഅസ്ബഹത്തു, അങ്ങനെയായി ബിക്കെയും തൊബീബ, ഞാൻ ആരായി? ഡോക്ടറായി. ഫഹുനാക്ക വലതുൻ ആഖർ, വേറൊരാളുണ്ട്, ഇസ്മുഹു മനു, അവൻ്റെ പേരെന്താ? മനു. അവൻ ചോദിച്ചു ലിമ അഹ്ബബ്തി അത്തിബ, വൈ ഡിഡ് യു ലൈക്ക് മെഡിസിൻ? വൈ ഡിഡ് യു ലൈക്ക് മെഡിസിൻ? നിങ്ങൾക്ക് എന്താ മെഡിസിൻ ഇത്ര ഇഷ്ടം? മെഡിക്കൽ മേഖല, നിങ്ങൾക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ വല്ല അക്കൗണ്ടൻറ്റോ ഒക്കെ ആയിക്കൂടെ? ഇപ്പൊ കാല സൈനബ്, സൈനബ് പറഞ്ഞെന്തു? അഹ്ബബ്തു തൊബീബ്, ഐ ലൈക്ക് ഡോക്ടർ, എനിക്ക് ആരെ ഇഷ്ടമാണ്? എനിക്ക് ഡോക്ടർമാരെ ഇഷ്ടമാണ്. വൽ മുമരില, മുമരില, ഞാൻ ഡോക്ടറെ ഇഷ്ടപ്പെട്ടു. വൽ മുമരില, നേഴ്സിനെ ഇഷ്ടപ്പെട്ടു. വ ഖിദമത്തുഹുമാ, ദെയർ സർവീസ്, അവരുടെ സേവനം. മുന്തു സിഗരി, ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഡോക്ടർമാരെയും നേഴ്സിനെയും അവരുടെ സേവനമൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഡോക്ടറായി എന്ന് പറഞ്ഞു. അപ്പോൾ വഹുനാക്ക ബിന്തുൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു, മഞ്ജു. ഇസ്മുഹ മഞ്ജു. മഞ്ജു ചോദിച്ചു, ആ ഡോക്ടറൊക്കെ ആകണമെങ്കിൽ പാരൻസൊക്കെ ഡോക്ടർമാരായിരിക്കും അല്ലേ? അത് ചോദിച്ചത്. അബൂക്കി തൊബീബ്, അബൂക്കി യുവർ ഡാഡ് തൊബീബ് ഈസ് എ ഡോക്ടർ, നിങ്ങളുടെ അച്ഛനൊരു ഡോക്ടറാണോ? അപ്പോൾ കാല സൈനബ് ല ഹുവ സൗവാഖ്. മൻ ഹുവ? സാധാരണ ഡോക്ടറൊക്കെ ആണെങ്കിൽ ഡോക്ടറാവാൻ പഠിക്കാവുള്ളൂ അല്ലേ? നിങ്ങൾക്ക് പലരും തോന്നും നമുക്കൊന്നും ഡോക്ടറാവാൻ പറ്റില്ല, കാരണം എൻ്റെ വാപ്പേൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല, എൻ്റെ വാപ്പ ഒരു സാധാരണ ജോലിക്കാരനാണ്. ഇവിടെ സൈനബിൻ്റെ അച്ഛൻ ആരാണ്? ഹുവ സൗവാഖുൻ, അദ്ദേഹം ആരാണ്? ഒരു ഡ്രൈവറാണ് അല്ലേ? അപ്പം ഇതിൽ കുറേ ജോലിക്കാരെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഒന്നാമത്തെ ആളാരായിരുന്നു? തൊബീബത്ത്. പിന്നെ ആരാണ്? തൊബീബ്. ഇത് തൊബീബത്ത് ഗേൾ ഡോക്ടർ അല്ലേ? ഡോക്ടർ തൊബീബത്ത് എന്ന് പറഞ്ഞാൽ ഗേളാണ്, തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ. വൽ മുമരിലത്ത് നേഴ്സ് അല്ലേ? മുമരിലും ഉണ്ട് കേട്ടോ, നേഴ്സ്, ആൺ നേഴ്സും ഉണ്ട് പെൺ നേഴ്സും ഉണ്ട്. അപ്പോൾ പിന്നെ സൗവാഖ് എന്താണ്? സൗവാഖാരാ? ഡ്രൈവർ അല്ലേ, വണ്ടി ഓടിക്കുന്ന ആൾ. അപ്പോൾ ജിനാൻ, അപ്പോൾ വേറൊരു ജിനാൻ എന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചു, മാഹിയ നസീഹത്തുക്കി ലന, മാഹിയ നസീഹത്തുക്കി, വാട്ട് യുവർ അഡ്വൈസ് ഫോർ അസ്, ഞങ്ങളോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ, ഞങ്ങളെ എന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈനബ് പറഞ്ഞു, എന്ത്? തഅല്ലമൂ ജയ്യിദ, നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. അലൈക്കുമൻ തഅല്ലമൂ തതഅല്ലമൂ ജയ്യിദ, നന്നായി പഠിക്കണം. ഹുനാക ഫുറസുൻ കസീറ, എന്തുകൊണ്ടാ? ഇവിടെ ധാരാളം മേഖലയുണ്ട്, ധാരാളം അവസരമുണ്ട്. ലിഖിദ്മത്തിന്നാസ്, ജനങ്ങളെ സേവിക്കാനേ, ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ ധാരാളം സേവനമുണ്ട്. മിസ്സൽ മുഹന്ദിസ്, ആരായിട്ട്? എൻജിനീയർ. വൽ മുഹാസിബ്, അക്കൗണ്ടൻറ്റ്. വ ഷുർത്തി, ആരാണ്? ഷുർത്തി, പോലീസുകാരനായിട്ട് അല്ലേ? ഫൻ നജാഹ്, പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഫൻ നജാഹ്, ജയിക്കണമെങ്കിൽ ഫിൽ ജിദ്ദിദ്ദാഇ, എപ്പോഴും പരിശ്രമിക്കണം, എപ്പോഴും പരിശ്രമിച്ചില്ല ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാലത്തുല്ലാബ് ശുക്രൻ, നന്ദി. സൈനബ് അഫ്വൻ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു മക്കളെ? അഫ്വൻ, സോറി, നോ മെൻഷൻ പ്ലീസ് അല്ലേ? അപ്പം നല്ല ഉപദേശമാണ് നമ്മുടെ സൈനബ് ഡോക്ടർ കുട്ടികൾക്ക് കൊടുത്തത് അല്ലേ? അപ്പം ഇനി നമുക്ക് നോക്കൂ, നുറാജിഅൻ നസ്സ വ നഖ്താർ മുവല്ലഫൈൻ. ഇവിടെ നമ്മുടെ ഇപ്പോൾ പഠിച്ച പാഠഭാഗത്തിൽ മുവല്ലഫീൻ, ജോലിക്കാരായ ആളുകളുടെ പേരുകൾ എഴുതാൻ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അൽ മുഹന്ദിസ് അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് അൽ മുഹാസിബ്, അപ്പോൾ അത് മക്കൾ ഇവിടെ എഴുതണം. പിന്നെയോ അക്കൗണ്ടൻറ്റ്. വ ഷുർത്തി, ഷുർത്തി ആരാ? പോലീസ്, അതിവിടെ എഴുതണം. പിന്നെ ആരാണ് പറഞ്ഞത്? ഷുർത്തി. പിന്നെ ഇവിടെ പറഞ്ഞു തൊബീബ് അല്ലേ? തൊബീബ് ഉണ്ട്, മുമരിളത്ത്, പിന്നെ തൊബീബത്ത് അല്ലേ? അത്രയും വാക്കുകൾ എല്ലാം മക്കൾ ഇവിടെ എഴുതണം കേട്ടോ. മുമരിളത്ത്, തൊബീബ്, തൊബീബത്ത്, ഇതുപോലെ കുറേ ജോലിക്കാരുണ്ട് അല്ലേ? ഏതൊക്കെ ചില ജോലിക്കാരറിയാം? കുറേ ജോലിക്കാരുണ്ട്. സാറ് കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം, അത് ശ്രദ്ധിച്ചോട്ടാ. മൻഹാദ, ഫഹാദ,
പെയിൻറ്റർ. പെയിൻറ്ററിന് നമ്മൾ റസ്സാം എന്നാണ് പറയുന്നത്. എന്താണ്? റസ്സാം. അടുത്തത് നോക്കിയോ, ഇവിടെ ഒരാളുണ്ട്. ഇതാരാണ്? ഇതാരാണ്? തൊബ്ബാഹ്. തൊബ്ബാഹ്. തൊബ്ബാഹ് ആരാണ്? തൊബ്ബാഹ് കുക്ക് അല്ലേ? തൊബ്ബാഹ് കുക്ക്. ഇനി നമുക്ക് നോക്കാം ഓരോ ആൾക്കാർ. ഇതാരാണ്? നാദിൽ. നാദിൽ എന്ന് പറഞ്ഞാൽ വെയിറ്റർ അല്ലേ? പിന്നെ ആരാണ്? റജുലുൽ ഇത്ഫാ. ആരാ റജുൽ ഇത്ഫാ? അല്ലേ, നമ്മൾ ഫയർഫോഴ്സിലാണ്, അതും ഒരു ജോലിക്കാരനാണ് അല്ലേ? പിന്നെ ആരാണ്? ഇതാ നേരത്തെ പറഞ്ഞ മുമരിലത്ത് അല്ലേ, നേഴ്സ്. പിന്നെ റായിദു ഫലാ. റായിദു ഫലാ അസ്ട്രോണോട്ട് അല്ലേ? അസ്ട്രോണോട്ട്. പിന്നെയോ, പിന്നെ നേരത്തെ പറഞ്ഞ ഷുർത്തിയ്. ഷുർത്തിയ് ആരാ? പോലീസ്. അത് നേരത്തെ പറഞ്ഞില്ലേ, ഷുർത്തിയ്. പിന്നെ കുറേ ഉണ്ട് ഇതുപോലെ. ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് സാറ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. അതിലെല്ലാ ആളുകളുടെയും പേരുകൾ മക്കളെ എഴുതിയെടുക്കണം. ഓക്കെ, അതാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഒരു സാധനം കണ്ടോ, നക്തുബ് കമാഫിൽ മിസാൽ. ഹാദ വലതുൻ ഹുവ ദാരിസുൻ. ഹാദ വലതുൻ ഹുവ ദാരിസുൻ. ഹാദ എന്ന് വെച്ചാൽ എന്താ? ഇത്. വലതുൻ ഇത് കുട്ടിയാണ്. ഹുവ അവൻ ആരാണ്? ദാരിസ് അല്ലേ? വലത് എന്ന വാക്കെന്താ? വലത് എന്ന് പറഞ്ഞാൽ ഒരു ബോയാണ്. ബോയ്ക്ക് നമ്മൾ ഹുവ എന്ന് വെക്കും അല്ലേ, അവൻ എന്ന് പറയുന്നതിന്. അതേസമയം ഹാദിഹി ബിന്തുൻ, ഇത് ഒരു ഗേളാണ്. ബിന്ത് എന്നുള്ളത് ഒരു മുഅന്നസായ വാക്കാണ് അല്ലേ? അപ്പോൾ ബിന്തിന് നമ്മൾ അവൾ എന്ന് പറയാൻ ഹിയ ദാരിസത്ത്. ഇപ്പോൾ ഹുവ ദാരിസുൻ ഹിയ ദാരിസത്തുൻ. സാർ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇത് കണ്ടോട്ടാ, ഇത് ശ്രദ്ധിച്ചോ. മുദക്കറും ഹാദിഹി മുഅന്നസുമാണ്. ഇവിടെ ബോയ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഹാദ വെച്ചു. അതേപോലെയാണ് ഹാദ ബോയ് മാത്രമല്ല, ബോയ് ആയ എല്ലാ വാക്കും. ഇപ്പൊ മിഖസ് എന്ന് പറഞ്ഞതാ, മിഖസ് എന്താണ്? കത്രിക. കത്രിക ഒരു മുദക്കറായ വാക്കാണ്, ഒരു ബോയ് ആയ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഹാദ ബിഖസ്. ഹാദ കിതാബും അതുപോലെയാണ്, മക്തബും അതുപോലെയാണ്. പക്ഷേ ഹാദിഹി പറയുമ്പോൾ ശ്രദ്ധിച്ചു ചോദിക്കുക മക്കള്. ഹാദിഹി ഫറാഷത്തുൻ. ഇവിടെ കണ്ടോ താ വന്നിരിക്കുന്നത്? കണ്ടോ? ഹാദിഹി ഈ താ ചേർത്ത് കൊടുക്കും ഹാദിഹി വരുമ്പോൾ, മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഹാദിഹി ബിന്ദു. ഹാദിഹി നഹ്ലത്തുൻ, ഇതൊരു തേനീച്ചയാണ്. അപ്പം നഹ്ലത്തിൻ്റെ കൂടെ നമ്മൾ ഹാദ പറയില്ല, മനസ്സിലായോ? ഹാദിഹി സയ്യാർ, അവിടെയും തായുണ്ട്. ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മളിവിടെ അതോടൊപ്പം തന്നെ ഹുവയും ഹിയും. ഹാദ വന്ന ഹുവയായിരിക്കും, ഹാദിഹി വന്ന ഹിയുമായിരിക്കും. ഇവിടെ അതുപോലെ മക്കൾ എഴുതണം. ഹാദ അഹ്മദ് ഹുവ മുഹന്ദിസുൻ, ഇത് മുഹന്ദിസാണ് അല്ലേ? അപ്പോൾ ഹാദ വന്നുകൊണ്ട് ഹുവ മുഹന്ദിസ്. ഹാദിഹി മറിയം, ഇത് മറിയമാണ്. ഹിയ വരും, ഹിയ മുഹന്ദിസത്ത്. മുഹന്ദിസ് എന്താ ഇവിടെ? മുഹന്ദിസത്ത് എന്നായി, ഗേളായതുകൊണ്ട്. അതേപോലെ ബാക്കി നമ്മൾ ഇവിടെ പറഞ്ഞ ആളുകളില്ല കേട്ടോ, ഇവിടെ പറഞ്ഞ ജോലിക്കാർ. ഈ വാക്കുകൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെ പറയാം? ഹാദ അഹ്മദ് ഹുവ മുഹാസിബുൻ. ഹാദിഹി മറിയം ഹിയ മുഹാസിബത്തുൻ അല്ലേ? അടുത്തത് ഹാദ അഹ്മദ് ഹുവ ഷുർത്തിയുൻ. ഹാദിഹി മറിയം ഹിയ ഷുർത്തിയത്തുൻ. ഇങ്ങനെ മുഴുവനായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.